ഹലോ ഓൾ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ് BBC ഇൻ്റർവ്യൂ വിത്ത് മാർക്ക് സക്കർബർഗ്. ഈ ചാപ്റ്റർ കുറച്ച് ടഫാണ്, ടെക്സ്റ്റിൽ ലൈൻ ബൈ ലൈൻ വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമ്മറിയാണ്. ഇതന്നെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും പഠിക്കാവുന്നതാണ്. ഇതിലടങ്ങുന്ന കണ്ടൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള സമ്മറിയാണ് കേട്ടോ. സോ ഇതൊരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, കമൽ അഹമ്മദ് ആയിട്ട് BBC-യിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് മാർക്ക് സക്കർബർഗിൻ്റെ. So in this interview with Kamal Ahmed, Mark Zuckerberg discusses on evolving role of Facebook in shaping society and the future of global connectivity. ഇങ്ങനെ ബ്ലാക്കിൽ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഇതിൻ്റെ കോർ പോയിന്റ്സ് ആണ്. അതൊന്ന് നിങ്ങൾ സ്പെഷ്യലി നോട്ട് ചെയ്യണം. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ റോള്, ഓക്കെ, ഒരു സൊസൈറ്റി, അതേപോലെ തന്നെ ഫ്യൂച്ചർ ഗ്ലോബൽ കണക്ടിവിറ്റി. അതായത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ടൂളാണല്ലോ. അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയെ കണക്ട് ചെയ്യുന്നതിൽ ഫേസ്ബുക്കിൻ്റെ റോൾ എന്താണെന്നാണ് ഈ ഇൻ്റർവ്യൂവിൽ ഇവർ പരസ്പരം സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ജേർണി ഫ്രം കണക്റ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ടു നൗ ഫോക്കസിങ് ഓൺ ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ്. ഫേസ്ബുക്ക് ഉണ്ടാക്കിയത് തന്നെ, നിങ്ങൾ ഫേസ്ബുക്ക് ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, മാർക്ക് സക്കർബർഗിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അതിനകത്ത് ഇവർ പറയുന്നുണ്ട്, ഇയാളിത് കോളേജിലുള്ള ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കാൻ ഉണ്ടാക്കിയ ഒരു നെറ്റ്വർക്കായിരുന്നു. ദ സോഷ്യൽ എന്നാണ് ആ സിനിമയുടെ പേര്. അതിൽ പറയുന്നുണ്ട്, ഇതേ സ്റ്റോറി തന്നെയാണ് അതിലും പറയണത്. അപ്പോൾ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കണക്റ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഓക്കെ, അതേപോലെ തന്നെ ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ്, സോഷ്യൽ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം. നമുക്കൊരു വെബിലൊരു പ്ലാറ്റ്ഫോം വേണം ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ ഇഷ്ടമുള്ളത് ഷെയർ ചെയ്യാൻ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്കിൽ നമുക്കൊരു സ്പേസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത്. സോ ഫേസ്ബുക്കിൻ്റെ ഏത് ഇൻ്റർവ്യൂവിൽ, അവരുടെ ഏതിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഈ സാധനം കാണാൻ പറ്റും, കണക്റ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ടുഗദർ. അതാണ് ഫേസ്ബുക്കിൻ്റെ പ്രധാനമായിട്ടുള്ള എയിം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, വേൾഡ് ഈസ് ബിക്കമിങ് മോർ കണക്റ്റഡ്. ഫേസ്ബുക്ക് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൂൾ ഉള്ളതുകൊണ്ട് തന്നെ വേൾഡ് കൂടുതൽ കണക്ട് ചെയ്യാണ്. പറയണത് ശരി തന്നെയല്ലേ. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ആളുകളെ തമ്മിൽ, പണ്ട് കാലത്തൊക്കെ നമ്മൾ വിളിച്ചന്വേഷിക്കുകയായിരുന്നു ആളുകളുടെ വിശേഷങ്ങൾ. ഇപ്പം നമ്മൾ ഓൾറെഡി അവരെന്താ ചെയ്യുന്നതെന്ന് ഓരോ മിനിറ്റും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിളിച്ചൊന്നും അന്വേഷിക്കുന്നില്ല. ഒരു തരത്തിലത് കണക്ഷൻ ഉണ്ടാക്കുന്നെങ്കിലും ഒരു തരത്തിലത് കണക്ഷൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കാണുമ്പോൾ പരസ്പരം നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്കതിവിടെ പറയേണ്ട കാര്യമില്ല, പക്ഷേ അത് റിയാലിറ്റി അതാണ്. ഓക്കെ, ദർ ഈസ് എ നീഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ടു എൻഷുർ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ടു വർക്ക് ഫോർ എവരിവൺ. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്, ഈ ഒരു കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് ഇവർക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആവശ്യമാണ്. ഇപ്പോൾ ഫേസ്ബുക്കിന് തന്നെ ഇന്ത്യയിൽ ഓഫീസ് ഉണ്ട്. അവർക്ക് ഇന്ത്യയിൽ ഓഫീസ് ഇല്ലെങ്കിൽ ഇന്ത്യ വേൾഡായിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ സ്റ്റക്ക് ആവുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ അവരുടെ ആവശ്യമുള്ള ഡിഫറെൻറ്റ് വൈഫൈ ഫെസിലിറ്റീസ്, സെർവർ റൂമുകൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്നുള്ള കമ്മ്യൂണിക്കേഷൻ സ്പീഡപ്പ് ആക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്ത കാലത്ത്, പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇവിടെ നാട്ടിൽ നിന്ന് നമ്മളൊരാൾ ദുബായിലേക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ചടങ്ങായിട്ടുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് വരെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ അറിയാൻ പറ്റും. 24 hours, വിത്തിൻ സെക്കൻഡ്സ് അറിയാൻ പറ്റും. പണ്ടൊന്നും അങ്ങനെയല്ല. ഈ ഗൾഫിലുള്ള ആളുകൾക്ക് വിളിക്കണമെങ്കിൽ പ്രത്യേക സമയം കൊടുക്കും. ആ സമയത്ത് വേറൊരു ആൾ വിളിച്ച് അവരായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും. സോ ഇതൊക്കെ വരാൻ കാരണം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മൾക്ക് ഇവർ കൊടുത്തന്നിട്ടുള്ളതുകൊണ്ടാണ്. സോ അതും ഇതിൽ പറയുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാലാണ് നമുക്കൊരു ഗ്ലോബലൈസേഷൻ പെർസ്പെക്റ്റീവിൽ ഫേസ്ബുക്കിനെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഭാവി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യലാണ് ആവശ്യം. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ലൈഡിലും പറയണത് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓരോ കണ്ടൻറ്റും അയാൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിലും പ്രധാനമായിട്ടും അയാൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, കണക്റ്റിംഗ് ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സക്കർബർഗ് ഹൈലൈറ്റ്സ് ദാറ്റ് ദ ഐഡിയ ഓഫ് കണക്റ്റിംഗ് ദ വേൾഡ് വിച്ച് വൺസ് സീംഡ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഈസ് നൗ കോൺട്രവേഴ്ഷ്യൽ. അതുപോലെ തന്നെ ഇയാൾ ആദ്യം ആളുകളെ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ചെങ്കിലും ഇപ്പോൾ അതൊരു കോൺട്രവേഴ്ഷ്യൽ ഫെസിലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് വേൾഡിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റഡ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് കാണുകയാണ്. ആ കണ്ടന്റ് ചിലപ്പോൾ ഒരു രാജ്യത്തുള്ള ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായി എന്ന് വരില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് സെൻസ് എടുത്തോളം, ഇപ്പോൾ യൂറോപ്യൻ സ്റ്റൈൽ ഡ്രസ്സിങ് സെൻസ് നമ്മൾ ഫേസ്ബുക്കിലോ അങ്ങനത്തെ ഇതിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കൂടുതലും
അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണവരുണ്ടാവും അല്ലേ. സോ അങ്ങനെ കുറേ കോൺട്രവേഴ്ഷ്യൽ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹി അക്നോളജസ് ദി നെസസിറ്റി ഓഫ് ബിൽഡിംഗ് റൈറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ടു ഫെസിലിറ്റേറ്റ് സപ്പോർട്ട് ദിസ് വിഷൻ. എന്നിട്ട് ആൾ പറയാണ് ഒരു നല്ലൊരു സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മുകളിലാണ് നമുക്കിത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഹി എംഫസൈസ് ദിസ് ഇസ് നോട്ട് എ ടാസ്ക് ദാറ്റ് ബിസിനസ് അലോൺ ക്യാൻ ഹാൻഡിൽ ബട്ട് റിക്വയർ കോപ്പറേഷൻ ഓഫ് ഗവൺമെൻറ്, നോൺ പ്രോഫിറ്റ്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ എന്താണ് ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഇല്ലാതെ ഒരു ട്രൂ ഹ്യൂമാനിറ്റിയെ ഡെലിവറി ചെയ്യുന്നൊരു റോള് ഫേസ്ബുക്കിന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമായി ചെയ്യാൻ പറ്റണതല്ല, അത് എന്താണ് ഗവൺമെൻറ്റിൻ്റെ കോപ്പറേഷൻസ് വേണം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ സപ്പോർട്ട് വേണം, അതല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കണക്റ്റിംഗ് ദ വേൾഡ് എന്നുള്ളതിനെ പ്രധാനമാക്കിയിട്ടും മുൻനിർത്തിയിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ മൊത്തം പറയണത്. എന്നിട്ട് അതിൽ അവർ ഫേസ് ചെയ്യേണ്ടി വന്ന കുറേ ഡ്രോബാക്കുകളെ കുറിച്ച് പറയണം. അതിലൊരു ഡ്രോബാക്കാണ് ഈ കോൺട്രവേഴ്സികൾ ഉണ്ടാകുന്നത്. ഓക്കെ, എന്നിട്ട് ആൾ പറയാണ് ഈ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്നത് പല അവരുടെ ഗ്ലോബലൈസേഷൻ്റെ പാർട്ടായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇവർ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഓരോ വേൾഡിലുള്ള പല സ്ഥലത്തും നമ്മുടെ ബിസിനസ് സ്ഥാപിക്കുകയാണ്, നമ്മളുടെ സെൽഫായിട്ട് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിന് ഗ്ലോബലൈസേഷൻ എന്ന് പറയും. സോ അതിന് ഗ്ലോബലൈസേഷൻ സ്മൂത്തായി നടക്കണമെങ്കിൽ എന്താണ് ആൾ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ്റിൻ്റെ അതേപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, വെൻ ആസ്ക്ഡ് അബൌട്ട് ദ റോൾ ഓഫ് ഗ്ലോബൽ ബിസിനസ്, ഇനി ആളോട് ചോദിക്കുകയാണ് ഫേസ്ബുക്ക് എന്നുള്ളൊരു എഫേർട്ടിന് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിന് ഒരു ഗ്ലോബൽ ബിസിനസ്സായി കാണുകയാണെങ്കിൽ എങ്ങനെയാണ് കാണാൻ പറ്റുക. ഓക്കെ, ആൾ പറയാണ് സക്കർബർഗ് അസേർട്സ് ദാറ്റ് while Facebook primary role is to address economic issues like job, the platform is uniquely positioned to empower communities. ആൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്കണോമിക് ഇഷ്യൂ, ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ആക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അവർ പറയാണ് നമ്മൾ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് വഴി ജോലിക്ക് കയറിയ ആളുകൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഫേസ്ബുക്കിൻ്റെ ഉള്ളിലൂടെ എന്താണ് ബിസിനസ്സുകൾ, അതേപോലെ തന്നെ പല കമ്മ്യൂണിറ്റികൾ, പല പേഴ്സൺസ്, ഇവരെല്ലാം ഇങ്ങനെ എംപവേർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് വഴി എന്തെങ്കിലും ബിസിനസ് ഗ്രൂപ്പുകളിൽ ചേർന്ന് ബിസിനസ് ഡിസ്കസ് ചെയ്ത് പാർട്ട്നേഴ്സിനെ കിട്ടി ബിസിനസ് തുടങ്ങി ഫേസ്ബുക്ക് വഴി തന്നെ സെല്ല് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഫേസ്ബുക്കിനെ കൊണ്ടുള്ള റോള്. അതായത് പല ആളുകളുടെ ലൈഫും എംപവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം എന്തിൽ വേണമെങ്കിലും ഇട്ടിട്ട് നമുക്കത് എൻകാഷ് ചെയ്യാം, ക്യാഷ് പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റും. അതാണ് ഇവരുടെ റോള്. അല്ലാണ്ട് ഫേസ്ബുക്ക് വഴി ഒരു ജോലി കിട്ടുക എന്നുള്ളതല്ല താങ്കളുടെ റോള് എന്നാണ് മാർക്ക് സക്കർബർഗ് ഇവിടെ അസേർട്ട് ചെയ്ത് പറയുന്നത്. അതാണ് ഫേസ്ബുക്ക്സ് പ്രൈമറി ഫോക്കസ് ഇസ് നോട്ട് അഡ്രസ് എക്കണോമിക് ഇഷ്യൂസ്. ഓക്കെ, അതൊരു എംപവറിങ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ്. എന്നിട്ട് ആൾ പറയാണ് ഇതൊരു ടൂളാണ് ടു ബിൽഡ് സ്ട്രെങ്ത് ആൻഡ് കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കാനും അവരെ സ്ട്രെങ്തൻ ചെയ്യാനും. ഓക്കെ, ആളുകളെ ഒരുപാട് ഇപ്പോൾ ബിസിനസ് ചെയ്യാനായിട്ട് ഇപ്പോൾ കുറേ പേര് ബ്ലോഗിങ് ചെയ്യുന്നുണ്ട്, ബ്ലോഗിങ് ഒരു ബിസിനസ്സാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സ്ട്രെങ്ത് കൊടുക്കുക അവരുടെ സ്കില്ലിന്, അതിനാണ് ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഫേസ്ബുക്ക് ഒരു പോസിറ്റീവ് സോഷ്യൽ ചേഞ്ചായി മാറുന്നതും. സക്കർബർഗ് ടച്ചസ് ഓൺ ദ ക്രിറ്റിസിസം ദാറ്റ് സം പീപ്പിൾ മേ സീം ഹിം ആസ് ഡിസ്കണക്റ്റഡ് ഫ്രം ഓർഡിനറി ലൈഫ് ഡ്യൂ ടു ഇമ്മൻസ് വെൽത്ത്. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹിസ് മിഷൻ ഹാസ് ഓൾവേസ് ബീൻ അബൌട്ട് എംപവറിംഗ് പീപ്പിൾ. എന്നിട്ട് പറയാണ് ആൾ ഫേസ് ചെയ്ത ഒരുപാട് നെഗറ്റീവ്സ്, ക്രിറ്റിസിസംസിലൊന്നാണ്, അതായത് ആളുകളെ ഓർഡിനറി ലൈഫിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു ടൂളാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് ഒരുപാട് വെൽത്ത് ഉണ്ട്, അതുകൊണ്ട് ഇയാൾ ആളുകളെ പരസ്പരം സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്ന സ്വഭാവമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പറയുന്നവരുണ്ട്. ഇതെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ ഡെയിലി ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യാതെ സമയം കളയുന്ന ആളുകളുണ്ട്. ഓക്കെ, ഇറ്റ്സ് അബൌട്ട് വാട്ട് വി കൺസ്യൂം, നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഈ സാധനം ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇയാൾ പറയണത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആളുകളെ എംപവർ ചെയ്യാനാണ്, അല്ലാണ്ട് ആളുകളെ ഡീപവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല. എന്നിട്ട് ആൾ പറയാണ് Facebook success in giving individuals a platform to share their opinions or connected with others globally. അതായത് ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് ആവശ്യം അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് പറയാനൊരു പ്ലാറ്റ്ഫോം വേണം, അല്ലെങ്കിൽ ഒരു സംസാരിക്കാനൊരു പ്ലാറ്റ്ഫോം വേണം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വഴി ആളുകളെ എംപവർ ചെയ്യുക, ഇഷ്ടമുള്ള ആളുകളെ പരസ്പരം കണക്ട് ചെയ്യുക, അത് ഇഷ്ടമുള്ള ആളുകൾ പരസ്പരം കണക്റ്റഡ് ആവും. ഓക്കെ, സോ അതാണ് ഫേസ്ബുക്കിൻ്റെ ഒരു റോള്. ദെൻ in terms of inequality, Zuckerberg expresses a deep personal commitment to addressing the issue.
He mentions to pledge and donate 99% of wealth and the work of his philanthropic arm, the Chang Zuckerberg Initiative, to promote equality. അപ്പോൾ ഈ ലോകത്ത് ഒരുപാട് ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് കാശുള്ളവൻ, കാശില്ലാത്തവൻ, കാശ് തീരെ ഇല്ലാത്തവൻ, റിച്ച് പോർ, അങ്ങനെ ഒരുപാട് ഇനീക്വാളിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. സക്കർബർഗിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളിവിടെ പറയാണ് അവരുടെ വെൽത്ത്, ഓക്കെ, അവർക്കൊരു ഫിലാൻട്രപ്പി ആമുണ്ട്. ഫിലാൻട്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് നല്ലുള്ള ആളുകൾ കാശില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, എഡ്യൂക്കേഷൻ, ഒരു കുട്ടി ജനിച്ചിട്ട് 18 വയസ്സ് വരെ കോളേജ് വരെയുള്ള എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യുക, അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ഫിലാൻട്രഫിസ്റ്റ് എന്ന്. അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് ഫിലാൻട്രഫിസ്റ്റ് എന്ന് പറയുക. സോ ഇവർക്കൊരു ഫിലാൻട്രഫിക് ഫൗണ്ടേഷൻ ഉണ്ട്, ചാങ് സക്കർബർഗ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള. ചാങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇയാളുടെ വൈഫിൻ്റെ പേരാണെന്ന് തോന്നുന്നു. അവരുടെ മെയിൻ റോൾ എന്ന് വെച്ചാൽ ഈ ഒരു എന്താണ് ഇനീക്വാളിറ്റി ഇല്ലാതാക്കുക. കാശുള്ളവൻ പഠിച്ചാൽ മതി, കാശില്ലാത്തവൻ പഠിക്കണ്ട. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ 99% ഫേസ്ബുക്കിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്തും ഇവർ ഫിലാൻട്രഫിക്കായിട്ട് കൊടുക്കും. അതായത് ഈ വേൾഡിന് തന്നെ ഡൊണേറ്റ് ചെയ്യും ഇവരുടെ മരണശേഷം അല്ലെങ്കിൽ ഇവരുടെ ആഫ്റ്റർ ഡെത്തിന്. സോ അങ്ങനെയാണ് അവർ ഇനീക്വാളിറ്റിയെ ഇല്ലാതാക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആൾ പറയുകയാണ് ഒരുപാട് സ്മോൾ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇവർ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ഫേസ്ബുക്ക് വഴി എത്ര ആളുകളാണെന്നറിയോ ബിസിനസ് ചെയ്യുന്നത്. അതെന്തൊക്കെ ബിസിനസ് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ലിറ്ററൽ എല്ലാ സാധനങ്ങളും ആളുകൾ സെല്ല് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോഴ്സുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. എത്ര ആളുകളാണ് ഓരോ കോഴ്സസ് തരുന്നതെന്നറിയോ. അതുപോലെ തന്നെ ജോലി സാധ്യതകൾ, കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വണ്ടികൾ, അങ്ങനെ ഒരുപാട് ഹ്യൂജാണ്. ഇപ്പം നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, നിങ്ങളുടെ പെയിൻറ്റിങ് സെല്ല് ചെയ്യണം, നിങ്ങൾക്കൊരു ഷോപ്പില്ല, കുഴപ്പമില്ല, ഓൺലൈൻ മീഡിയയിൽ ഏതെങ്കിലും ഇട്ടാൽ മതി, അത് അങ്ങനത്തെ ആളുകൾ വന്ന് വാങ്ങും. അവരെന്നിട്ട് പറയുകയാണ് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് സ്മോൾ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അവർ ചെയ്യുന്നത്? പ്രൊവൈഡിങ് ടൂൾസ്, അവർക്ക് വേണ്ടമായിട്ടുള്ള ടൂളുകൾ കൊടുക്കുക. ആൻഡ് അവൈലബിൾ ഓൺ ലാർജ് കമ്പനികൾക്ക് ഒരു അപ്രോച്ചബിൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് അവരുടെ റോള്. ദെൻ ഇനി അങ്ങോട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്താണ് ചെറിയ ഇഷ്യൂസ് വരുന്നത് നമുക്കൊരു കാണാൻ പറ്റും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ സക്കർബർഗ് അഡ്രസ് ദ കൺസേൺ ദാറ്റ് സോഷ്യൽ മീഡിയ ഇൻക്ലൂഡിങ് ഫേസ്ബുക്ക് social media short form nature amplifies oversimplification of complex topics. ചെറിയ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ വല്ലാതെ ആളുകൾ ഇങ്ങനെ എന്താണ് സിംപ്ലിഫൈ ചെയ്ത് വലിയൊരു സാധനമാക്കി മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസ് നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓൺലൈൻ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അവർ പക്ഷെ നേരിട്ട് വന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ടാവില്ല. സോ അതിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതിനാണ് ആളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോംപ്ലക്സ് ടോപ്പിക്കുകൾ അനാവശ്യമായിട്ട് കോംപ്ലക്സ് ആക്കുക, ഒരുപാട് അതിനെ എന്താണ് പ്രൊമോട്ട് ചെയ്യുക, അതൊരു പോളറൈസ്ഡ് ആയിട്ടുള്ള വ്യൂവിൽ കാണുക. ഓക്കെ, അപ്പോൾ ആൾ എന്നിട്ട് പറയുകയാണ് ഫേസ്ബുക്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ തിരിച്ചറിയണത്. ഓക്കെ, ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പോസിറ്റീവ് എഫക്ട്സ് ആൻഡ് മിറ്റിഗേറ്റ് നെഗറ്റീവ് വൺസിനെ നമ്മൾ കളഞ്ഞ് പോസിറ്റീവ് വൺസിനെ എടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നിട്ട് ആൾ പറയുകയാണ് ബൈ ലിസണിങ് ടു യൂസർ ഫീഡ്ബാക്ക് ആൻഡ് ഇംപ്രൂവിങ് പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് ആൻഡ് ഫോസ്റ്റർ മോർ ഇൻഫോംഡ് ആൻഡ് കോഹൻസീവ് കമ്മ്യൂണിറ്റി. യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അവരുടെ ഫീഡ്ബാക്കിൽ നിന്നിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം അപ്ഡേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചറിൽ കുറച്ചുകൂടെ നമ്മൾ കമ്മ്യൂണിറ്റിയെ ഗ്രോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരം പോളറൈസ്ഡ് ന്യൂസുകൾ അല്ലെങ്കിൽ ഓവർ സിംപ്ലിഫൈഡ് കോംപ്ലക്സ് ടോപ്പിക്കുകളെല്ലാം ഞങ്ങൾ ഒബ്സർവേഷനിൽ കൊണ്ടുവന്ന് ആളുകളുടെ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മളത് ചേഞ്ച് കൊണ്ടുവരും. ഓക്കെ, ദെൻ എന്നിട്ട് ആൾ പറയുന്ന ഒരു കൺക്ലൂഡിങ് സെക്ഷനിൽ പറയുന്ന ഒരു പോയിൻ്റാണ്, അതായത് ടോക്സ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലാർജ് കോർപ്പറേഷൻസ് ഇൻ സൊസൈറ്റിയൽ മാറ്റേഴ്സ് സച്ച് ആസ് പ്രൈവസി ആൻഡ് ടാക്സസ്. ഹി അസേർട്സ് ദാറ്റ് ഫേസ്ബുക്ക് ടേക്ക് ദി ഇഷ്യൂ സീരിയസ്ലി ആൻഡ് ട്രൈസ് ടു ബി എ ഗുഡ് സിറ്റിസൺസ്. അതുപോലെ തന്നെ എല്ലാ ലാർജ് കോർപ്പറേഷനുകളുടെയും പോലെ തന്നെ ഫേസ്ബുക്ക് എന്നുള്ളൊരു കോർപ്പറേഷനും എന്താണ് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക, ടാക്സസ് കറക്റ്റ് അടയ്ക്കുക, ഈ കാര്യങ്ങൾ ഞങ്ങളും ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. ഫേസ്ബുക്കിന് ഒരു ടൈമിൽ ഒരു ലീഗൽ നോട്ടീസ് പോയിരുന്നു, അവർ പ്രൈവസി സെല്ല് ചെയ്യുന്നുണ്ട് ആളുകളുടെ. അതായത് നമ്മളുടെ പ്രൈവസി ഇല്ലേ, നമ്മളിപ്പോൾ ഒരു കാര്യം ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ആ ലോഗിൻ ചെയ്ത പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ എന്താണ് വേറെ ആളുകൾക്ക് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്ഷ്യൽ ന്യൂസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആണ്, പക്ഷേ അവർ അഡ്രസ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഗ്രിമെൻറ്റിൽ ടിക്ക് കൊടുക്കുമ്പോൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അത് ടിക്ക് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ പ്രൈവസി ഇവർക്ക് വഴി ഷെയർ ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് ആ കേസ് ഇവർ ജയിച്ചു. അപ്പോൾ ആൾ പറയാണ് ഫേസ്ബുക്കിലും എന്താണ് ആ ഇഷ്യൂ സീരിയസ് ആയിട്ട് തന്നെ എടുക്കാറ്,
ഒരു നല്ല സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഹി അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈവസി ആൻഡ് പേയിങ് ടാക്സസ്. ടാക്സുകൾ കറക്റ്റ് സമയത്ത് അടയ്ക്കുക, അതൊന്നും ഇവർ വരുത്താറില്ല. അതെപ്പോഴും നമ്മൾ എന്താണ് ഓരോ ഡേയിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാറാണ് ചെയ്യാറ്. എന്നിട്ട് ആൾ കൺക്ലൂഡ് ചെയ്യുന്നൊരു സെക്ഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫേസ്ബുക്കിന് ആളുകളെ എംപവർ ചെയ്യണമെങ്കിൽ ഒരുപാട് മീനിങ് കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ സക്കർബർഗ് കൺക്ലൂഡ്സ് റൈറ്റിംഗ് ദാറ്റ് കോർ മിഷൻ ഓഫ് ഫേസ്ബുക്ക് ഈസ് ടു എംപവർ പീപ്പിൾ ആൻഡ് ഹെൽപ്പ് ദം ബിൽഡ് മീനിങ് ഫുൾ കമ്മ്യൂണിറ്റി. ആളുകളെ എംപവർ ചെയ്യുക, അതുപോലെ തന്നെ അവരെ പരസ്പരം നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ലോങ് ടേം വിഷൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ടൂളുകൾ മാത്രമാണ്. ഓക്കെ, ഇത് എൻ്റെ ഒരു കൺക്ലൂഷനാണ്. ഓവറോൾ ദ കോൺവെർസേഷൻ covers significant themes such as globalization, inequality, responsibility of global corporations and role of social media in society. ഇതെല്ലാമാണ് ഇതിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ. സക്കർബർഗ്സ് വിഷൻ സെൻറ്റർഡ് അറൗണ്ട് ഫേസ്ബുക്ക് യൂസിങ് ഫേസ്ബുക്ക് ടു ബിൽഡ് സ്ട്രോങ്ങർ മോർ ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി, while he was also addressing the challenges and criticisms that come with ഗ്ലോബൽ ബിസിനസ്. സോ മൊത്തത്തിൽ ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ ഓരോ കാലം കഴിയുന്തോറും എന്താണ് സ്ട്രോങ് ആയി വളർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ എന്താണ് ഇനീക്വാളിറ്റി അഡ്രസ്സ് ചെയ്യുക, ഗ്ലോബലൈസേഷൻ, ഗ്ലോബൽ കോർപ്പറേഷൻസിൻ്റെ റോള്, സോഷ്യൽ മീഡിയ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന റോള്, ഇതെല്ലാം ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആക്കി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ ക്രിറ്റിസിസംസ് നമ്മൾ കേൾക്കുന്ന നെഗറ്റീവ് ന്യൂസസ് എല്ലാം അവർ ഗ്രോത്തിനുള്ളൊരു പൊട്ടൻഷ്യലാക്കി മാറ്റിയിട്ട് ഒരു ഗ്ലോബൽ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്.